ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം അത്ര ഞാനിങ്ങനെ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു, ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ എന്താകും എന്നുള്ളൊരു ചിന്താഗതിയും വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പോലെ അനുഭവമുള്ള ഒരുപാട് സ്ത്രീകൾ ഈ ലോകത്തുണ്ടാവും. ലോകത്ത് ഇല്ലാതൊന്നും വരത്തില്ല. ഇത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ മകനെയും ഒക്കെ ഞങ്ങളാണ് വളർത്തിയത്. അപ്പം പിന്നെ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ നോക്കി ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പം. വേറെ ആരുമില്ല. മക്കളായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പം. അപ്പം അതെല്ലാം മറ്റേത് കൊച്ചു പിള്ളേരാണ്. അവർക്കും അച്ഛനും അമ്മയൊന്നും ഇല്ല. അപ്പം അവരെ വളർത്തിയത് ഞാനും എൻ്റെ അമ്മയും കൂടെ കഷ്ടപ്പെട്ടൊക്കെയാണ് ഞങ്ങൾ വളർത്തിയത്. അപ്പോൾ അതിൽ മൂത്ത മോൻ ആക്സിഡൻറ്റ് വന്ന് ആരും തന്നെ നോക്കാനും അതുങ്ങളെ നോക്കാനാണെങ്കിലും എൻ്റെ അമ്മയേ ഉള്ളൂ. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഒരു 6 ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു സ്ത്രീയാണ്. തളർവാദമൊക്കെ വന്നിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഇപ്പോഴാണ് എഴുന്നേറ്റ് നടക്കുന്നത്. അവർ എഴുന്നേറ്റ് നടന്നേ പറ്റൂ, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ഇരിക്കുകയോ ഇരുന്ന് വീട്ടിൽ തന്നെ റെസ്റ്റൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ തീരെ വയ്യാത്തൊരവസ്ഥയിലേക്ക് എൻ്റെ അമ്മ പോകും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കാലിനൊരു ഏറ്റക്കുറച്ചിലുമുണ്ട്, ഈ തളർവാദമൊക്കെ വന്നിട്ടുള്ളത്. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഞാൻ ഈ ഒരു പ്രശ്നമൊക്കെ വന്നപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും ഇങ്ങനെ മാറിയും തിരിഞ്ഞും നിന്ന ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊരു പ്രശ്നം ചെന്ന് കയറിയ 3-ാമത്തെ ദിവസം മുതൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഒളിച്ചോടി പോയതോ അല്ലെങ്കിൽ പ്രേമിച്ച് ഇറങ്ങിപ്പോയതോ അല്ലെങ്കിൽ പിന്നെ ശരി ഇരിക്കട്ടെ എന്നും പറഞ്ഞൊക്കെ വലിച്ചെടുത്തോണ്ട് പോയതൊന്നും അല്ല. ഇത് നാടറിഞ്ഞ് നാട്ടുകാരറിഞ്ഞ് എല്ലാവരും അറിഞ്ഞ് അങ്ങനെ ഓരോ വിഷയങ്ങളായി ഡെയിലി വഴക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഉള്ളപ്പോഴത്തേക്ക് എൻ്റെ അമ്മായിയമ്മയോ എൻ്റെ നാത്തൂൻ കരിച്ചിയോ വഴക്കിടേയില്ല. എൻ്റെ ഹസ്ബൻഡ് ആ വീട് വിട്ട് നമ്മുടെ കണ്ണെത്താതെ പിന്നെ ഒന്ന് പറഞ്ഞാൽ പോലും കേൾക്കാത്ത ദൂരം എത്തുമ്പോഴത്തേക്ക് അങ്ങ് തുടങ്ങും. പിന്നെ അവിടെ ചെയ്തു കൂട്ടുന്ന കഥകൾ വേറെ രീതിയിലാക്കി എൻ്റെ ഭർത്താവിൻ്റെ കാതിലോട്ട് അങ്ങ് കയറ്റും. പിന്നെ നമ്മൾ പറയുന്നതൊന്നുമല്ല സത്യം. പിന്നെ ഇവർ പറയുന്നതൊക്കെ വീഡിയോ എടുത്ത് ഞാൻ കൊടുത്തു. അവസാനം വീഡിയോ എടുത്ത് ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഇവർക്ക് മനസ്സിലായത് കാര്യങ്ങൾ ഇതിങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് അന്ന് മനസ്സിലായത്. പിന്നെയും കേളൻ്റെ കിടപ്പ് അത് തന്നെയാണ്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ അവർ നോക്കത്തേയില്ല. ആ സ്ത്രീ നോക്കത്തില്ല. അമ്മായിയമ്മയെന്ന് പറയുന്ന ആ സ്ത്രീ നോക്കത്തേയില്ല. അവർക്ക് അവരുടെ മകളുടെ മക്കളാണ് വലുത്. അതുങ്ങൾ വലുതായ പിള്ളേരും. അതിൽ മൂത്തവന് 18 വയസ്സുണ്ട്, രണ്ടാമത്തവന് 7 വയസ്സാവുന്നു. ഇനി 1-ാം ക്ലാസ്സിലോട്ടാണ്. അപ്പം അവന് 7-ാമത്തെ വയസ്സാണ് അത് തുടക്കം. അപ്പം അവന് 3 വയസ്സുള്ളപ്പോഴാണ് ഞാനവിടെ കല്യാണം കഴിച്ച് ചെല്ലുന്നത്. ഇപ്പോൾ എൻ്റെ കുഞ്ഞിന് 2 വയസ്സായി. കല്യാണം കഴിഞ്ഞിട്ട് 3.5 വർഷം ആകുന്നത്. ഇത് 4-ാമത്തെ വർഷമാണ് വരാൻ പോകുന്നത്. ഇത് 3 വർഷം പൂർത്തീകരിച്ച് 4-ാമത്തെ വർഷമാണ്. അവന് 7 വയസ്സും ആവാറായി. പിന്നെ ആ കുഞ്ഞിന് അറിവുണ്ട്. ഈ പൊടിക്കുഞ്ഞിന് 2 വയസ്സുള്ള കുഞ്ഞിന് അറിവില്ല. അതിനറിയത്തുമില്ല. നമ്മൾ അറിയാമല്ലോ. ഈ കുഞ്ഞ് ഓടി നടക്കുന്നൊരു പരിപാടി. ആ വീടിൻ്റെ തൊട്ടടുത്താണ്. അത് കോളനിയാണ്. അവരുടെ വീടെന്ന് പറയുന്നത് അതിൻ്റെ പുറവശം മുതലും ആ വീടിരിക്കുന്ന സ്ഥലവും പട്ടയമാക്കി കിട്ടിയെന്നേ ഉള്ളൂ. അതും ഒരു കോളനിയുടെ ഇത് തന്നെയായിരുന്നു. പട്ടയമാക്കി ഇവർക്ക് കിട്ടിയതാണ്. ഇവർ മാനമായിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആ ചുറ്റുവട്ടങ്ങളുമായിട്ടൊന്നും ഇവർ വലിയ അടുപ്പമൊന്നുമില്ല. എല്ലാവരുമായിട്ടും ഇച്ചിരി കശാഭിഷയൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇവരെ പേടിച്ച് ആരും അങ്ങനെയൊന്നും വലുതായിട്ട് ഒന്നും മിണ്ടാറുമില്ല. ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ അവർക്കൊരു സ്വന്തമായിട്ടൊരു കടയുണ്ട്, ഒരു ചായക്കടയുണ്ട്. പെരുമണ്ണൂർ ദേവീക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് അവരുടെ പിന്നെ കടയുള്ളത്. അപ്പം കൊട്ടാരക്കര. ഇവരാണെങ്കിൽ ഇവരുടെ പേര് വിജയമ്മ എന്നാണ്. ഇവർ കടയിലിരുന്ന് പൊല്ലാത്ത നുണകൾ പറഞ്ഞുണ്ടാക്കുന്ന ഒരു രീതിയാണ് അവരുടെ ഇത്. എന്നിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ
ഉണ്ടാക്കി തീർക്കും, ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി തീർക്കും. നമ്മൾ ഒന്നും പറയാനൊക്കത്തില്ല, ഒന്നും സംസാരിക്കാനൊക്കത്തില്ല. എന്ത് പറഞ്ഞാലും വിഷയത്തിലേ അവസാനിക്കും. നുണയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നുണ പറഞ്ഞ് ഭർത്താവിന് എൻ്റെ സ്വന്തം മോനോട് കയറ്റി കൊടുക്കുന്നതിന് ഒരു ഇതുമില്ല. ഞാനൊരു കട നടത്തി, ആ കട എങ്ങനെ പൂട്ടിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയായിരുന്നു അവർക്ക്. പിന്നെ ഞാനവിടെ ചെല്ലുമ്പോഴൊക്കെ ഞാൻ എൻ്റെ തള്ളയെ നോക്കുന്നു, ഈ പിള്ളേരെ നോക്കുന്നു, പിന്നെ ഈ വേറെ മക്കളൊന്നുമില്ല. ഞാൻ എൻ്റെ എൻ്റെ അമ്മയും ഈ അച്ഛനും അമ്മയും ഇല്ലാത്ത ഈ കുഞ്ഞുങ്ങളെ നോക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. ഒന്ന്. രണ്ടാമത് എല്ലാ കാശും അവർക്ക് വേണം. അവർക്കാണോ ചിലവിന് കൊടുക്കുന്നത്, അവർക്കാണ് പിന്നെ ആണോ ഇതിന് തരുന്നത്, നീ എനിക്ക് എന്ത് തരുന്നുണ്ട്, അത് തരുന്നുണ്ട്, ഇത് തരുന്നുണ്ട്. എൻ്റെ ഭർത്താവ് എന്ത് കഷ്ടപ്പെട്ട മുതലും മൊത്തം തിന്നുന്നത് അവർ തന്നെയാണ്. ഞങ്ങൾക്കൊന്നും കിട്ടാറില്ലെന്ന് പറഞ്ഞാൽ മാസത്തിൽ 1000 രൂപ, ചിലപ്പോൾ 1500 രൂപ. ഈ മാസം എനിക്ക് കിട്ടിയെന്ന് പറയുന്നത് 1000 രൂപ, 1500 രൂപ. എൻ്റെ പടിയാണ് 1500 രൂപ. അത് ചിലപ്പോൾ കിട്ടിയില്ല. 1500 രൂപയിൽ ഞാൻ എൻ്റെ പൊടിക്കുഞ്ഞും ഞാൻ കഴിഞ്ഞോളാം. അതിൽ കൂടുതൽ ഒന്നും തന്നെ ഇല്ല. ഞാൻ ചോദിക്കാറുമില്ല. എനിക്ക് വെളിയിലോട്ട് ഇട്ടുകൊണ്ട് പോകാൻ ഒരു നല്ല ഡ്രസ്സില്ല. അടിവസ്ത്രം, പെണ്ണുങ്ങൾക്ക് പിന്നെ മേളിലുള്ള ഡ്രസ്സ് ഇച്ചിരി പ്രശ്നമാണെങ്കിൽ അടിവസ്ത്രം പോലും ചൊവ്വേ നേരെ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഞാൻ. എന്നിട്ട് ഈ കുഞ്ഞിനെ ഞാൻ അവിടെ ആക്കുന്ന സമയത്ത് ഞാനൊരു പെണ്ണല്ലേ, ഒന്ന് ബാത്റൂമിൽ പോകണം. ആണുങ്ങളെപ്പോലെ പബ്ലിക്കായിട്ട് ചെന്ന് മൂത്രം ഒഴിക്കാനൊക്കത്തില്ല. അല്ലെങ്കിൽ ആണുങ്ങളെപ്പോലെ അങ്ങോട്ട് മാറി എഴുന്ന അവർ കക്കൂസി പോയാലും ഒരു മനുഷ്യൻ കേൾക്കത്തില്ല, എന്തിനാടാ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കത്തില്ല. പക്ഷെ പെൺപിള്ളേർ അങ്ങനെയല്ല, നമുക്ക് ബാത്റൂമിൽ തന്നെ പോയേക്കും. ഞാൻ ബാത്റൂമിൽ പോലും പോകാനൊക്കത്തില്ല. ബാത്റൂമിൽ ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന സമയത്ത് ഈ കുഞ്ഞിനെ ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ട് അടുക്കള ജോലിയാണ്. ഞാൻ പ്രസവിച്ച് 57ാമത്തെ ദിവസം മുതൽ വീട്ടുവേല അവരുടെ വീട്ടിൽ കിടന്ന് നായെപ്പോലെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അറിയാമോ? ജോലി ചെയ്തില്ലെങ്കിൽ നാത്തൂൻ കരിച്ച് ഫോണിലൂടെ പിന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് ഗൾഫിൽ നിന്നുകൊണ്ട് അവൾ ചോദിക്കുന്നു, അവൾ ജോലി ചെയ്യാറുണ്ടോ? അത് ഞാൻ കേട്ടോണ്ടിരിക്കുക. കള്ളമാണെങ്കിൽ വേണ്ടില്ല. അവരെൻ്റെ തൊട്ടടുത്തിരിക്കുകയായിരുന്നു. അവർ സംസാരിക്കുന്ന സമയത്ത് അവർ ആ അടുക്കള വാതിക്കെ ഇരിക്കുന്നു, ഞാനവിടെ നിൽക്കുന്നു, അവർ വീഡിയോ കോൾ ചെയ്യുന്ന ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അവർ ചോദിക്കുന്ന ഒന്ന് റെസ്റ്റ് എടുത്തിട്ടില്ല. എനിക്ക് നടുവേദന ഒഴിഞ്ഞിട്ട് സമയമില്ല. ആ ഒരു അവസ്ഥയല്ല ഞാനുള്ളത്. അതും പോരാഞ്ഞിട്ട് ഇവർ എന്ന് പറയുന്ന ഈ പൊടിക്കുഞ്ഞിനെ ഞാൻ എൻ്റെ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് ഷാള് വെച്ച് കെട്ടിമുറുക്കിയിട്ട് പൊടിക്കുഞ്ഞിനെയും വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. വീട്ടുവേല അത്രയ്ക്ക് ഞാനിത് ചെയ്തിട്ടുണ്ട്. ഇവർ പറഞ്ഞ് ഇവർക്ക് തുണി അനക്കാൻ വയ്യ, വാഷിംഗ് മെഷീൻ മേടിക്കാൻ പോകുന്നു. ഞാൻ അവിടെ ചെന്ന് കയറിയപ്പോൾ വാഷിംഗ് മെഷീൻ വേണ്ട, വേറെ ഒരു വകയും വേണ്ട, ഞാൻ ചെയ്യും എന്നുള്ള ഒരിതായി. എന്നിട്ട് ഞാനാണെങ്കിൽ സൂക്ഷിക്കണം. അവിടുത്തെ ആ ഇളയ ചെറുക്കനാണെങ്കിൽ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഈ കൊച്ചിൻ്റെ മുഖത്ത് ഷാൾ വലിച്ചിടുന്ന ഒരു രീതിയാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞ് അവരാരും കേൾക്കാനും പോകുന്നില്ല. അതൊക്കെ വെറുതെ കള്ളം പറയുന്നത്. ആദ്യത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരുന്ന സമയത്ത് അമ്മായിയമ്മയും നാത്തൂൻ കരിച്ചിയും ഡെയിലി വഴക്കിട്ട് പ്രശ്നമാക്കി ആ കൊച്ചെൻ്റെ വയറ്റിൽ അവരുടെ ഇളയ മോൻ വന്ന് വയറ്റിൽ ഇടിക്കുമ്പോൾ എന്നെ പിടിച്ച് തള്ളുമ്പോൾ ഒന്നും എന്തിനാടാ ഇങ്ങനെ ചെയ്യുന്നതെന്നൊന്നും ഞാൻ ചോദിക്കത്തോ പറക്കത്തോ ഒന്നുമില്ല. അവർ പിന്നെ ഒന്നും പറയത്തില്ല. എന്നിട്ട് എന്നെ ബാത്റൂമിലോട്ട് ഇറങ്ങുന്ന കിച്ചണിൽ നിന്ന് ബാത്റൂമിലോട്ട് ഇറങ്ങുന്നിടത്ത് ഒരു 3 സ്റ്റെപ്പാണ്. ആ 3 സ്റ്റെപ്പിൽ നിന്ന് പിടിച്ച് തള്ളി നടുപിടിച്ച് വീണ് കുഞ്ഞു പോയി. അങ്ങാരി തന്നെ എൻ്റെ കെട്ടിയോനെന്ന് പറയുന്ന ആ മനുഷ്യൻ തന്നെ പുല്ലൂർ ആശുപത്രി കൊണ്ടുപോയി ചികിത്സിച്ചു. എന്നിട്ട് പറയുന്ന കള്ളത്തരാണ് പറയുന്നത്. വെറുതെ നാട്ടിൽ മൊത്തം പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ അഹങ്കാരം കൊണ്ടാണ് പോയത്. പിന്നെ അവർക്കാണെങ്കിൽ കള്ളത്തരത്തിൻ്റെ അങ്ങേയറ്റമാണ്. എന്നിട്ട് ഇവർ സംസാരിക്കുന്ന ഇതൊക്കെ എൻ്റെ കയ്യിൽ റെക്കോർഡുണ്ടായിരുന്ന മൊത്തം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എൻ്റെ കെട്ടിയോന്. ഈ കള്ളത്തരം മൊത്തം വെളിയിലിറങ്ങിയെന്ന് പറഞ്ഞിട്ട്. അതങ്ങനൊരു സാധനം. ഇതുപോലെ ദുഷ്ട മനുഷ്യരോടൊപ്പം ഞാൻ ജീവിക്കണോ? എനിക്ക് മടുത്തെന്ന് വെച്ചാൽ മടുത്ത്. അതും പോരാഞ്ഞിട്ട് ഈ പൊടിക്കുഞ്ഞിന് അത് തള്ളിയിട്ട് അത് പോയി. രണ്ടാമത് ഇതിനെ പുല്ലൂർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഗർഭിണിയായതായി. ഇങ്ങനെ പോയി. എൻ്റെ യൂട്രസിൽ ചതവും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇനി പ്രതീക്ഷിക്കണ്ടല്ലോ, നമ്മളെപ്പോലെ പിന്നെ ആദ്യമായിട്ട് ഗർഭിണിയാവുന്ന കുട്ടികൾ അല്ലാതെ പോയാൽ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം. യൂട്രസിൽ ചതവും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഓ തീർന്നു, ഇനി നമ്മൾ കുഞ്ഞെന്ന് പറയുന്നത് സ്വപ്നം മാത്രമാണ്. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഞാൻ ആ ലോകത്തെങ്ങുമല്ല.
ഞാനിങ്ങനെ അങ്ങ് പോകുന്നു വരുന്നു, അത്ര തന്നെ. എനിക്കൊരു കുഞ്ഞുങ്ങളെ തൊടാൻ പോലും തോന്നുന്നില്ല. ഭാഗ്യമില്ലാത്ത ഞാൻ എന്തിനാ കുഞ്ഞുങ്ങളെ പോലും തൊടുന്നതെന്നുള്ളൊരു മൈൻഡിലായി. ഇനിയിപ്പം അതുകൊണ്ട് എന്തെങ്കിലും ആ കുഞ്ഞിന് പറ്റിയാലോ, എൻ്റെ മൈൻഡ് സെറ്റ് ഒരുമാതിരി ആയിപ്പോയി. അങ്ങനെ ഞാൻ ഈ വിഷമങ്ങളൊക്കെ ആയി അത് കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴേ ഇതിനെ കൺസീവായി. ഡോക്ടർ എന്നോടൊരു കാര്യം പറഞ്ഞു, നിന്നോട് ആര് പറഞ്ഞു നീ കൺസീവ് ആകത്തില്ലെന്ന്? ഞാൻ ഡോക്ടറാണെന്നും പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നീ കൺസീവ് ആകും, ഇല്ലെങ്കിൽ ഞാൻ ഈ പണി ഇവിടെ കൊണ്ട് നിർത്തുമെന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ ഒരു പ്രതീക്ഷ, ഒരു പ്രത്യേക ഒരു സന്തോഷം. എങ്കിലും ഉൾക്കൊള്ളാനും കഴിയുന്നില്ല, ഉൾക്കൊള്ളാതിരിക്കാനും കഴിയുന്നില്ല. അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഡോക്ടറല്ലേ പറഞ്ഞത്. ആ മാഡം എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ ഒരു സന്തോഷം. അങ്ങനെ കൺസീവായി. ഞാൻ നേരെ എൻ്റെ വീട്ടിൽ വന്നു, ഇവിടെ നിന്നു. പിന്നെ ഇവർ 5-ാം മാസത്തെ ചടങ്ങ് നടത്തിയില്ല. 7-ാം മാസമൊക്കെ ആയപ്പോൾ എൻ്റെ മൂത്ത മോന് ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചേച്ചിയുടെ മോന് ആക്സിഡൻ്റായി. 7-ാം മാസത്തെ ചടങ്ങ് നടത്തിയില്ലെന്നും പറഞ്ഞ് ആ കൊച്ചവിടെ ICUവിൽ കിടക്കുന്ന 7-ാം മാസത്തെ ചടങ്ങ് നടത്തിയില്ലെന്നും പറഞ്ഞ് പ്രസവത്തിന് അവർ നോക്കിയില്ല. പ്രസവ ചെലവ് പിന്നെ ഒരു ഇതും ചെയ്തില്ല. മൊത്ത ക്യാഷ് ഞങ്ങൾ ചിലവാക്കി ഇതും ചെയ്ത് പ്രസവ ശുശ്രൂഷ നടത്തി. പ്രസവ ശുശ്രൂഷയ്ക്ക് കൊട്ടാരക്കരയിൽ ആരും ചിലവിന് കൊടുക്കാറില്ല പോലും. പെണ്ണിൻ്റെ വീട്ടിൽ കൊടുക്കാറില്ല, പെണ്ണിന് എണ്ണ കൊടുക്കാറില്ല, പെണ്ണിന് ഒന്നും കൊടുക്കാറില്ല. ഇതാണ് അവർ പറയുന്നത്. അവരാരും കൊടുക്കാറില്ല, പിന്നെ എല്ലാം അങ്ങോട്ടാണ് ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് എൻ്റെ അമ്മയുടെ അക്കൗണ്ടിൽ കിടന്ന 9,000 രൂപ അങ്ങോട്ടെടുത്തവർ, അതിൻ്റെ ഗൂഗിൾ പേ നമ്പർ അറിഞ്ഞു വെച്ചോണ്ട് അതിനെ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് സ്വന്തം ചേച്ചിയുടെ മകളുടെ കല്യാണത്തിന് കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നു. ഇതുപോലെ നാണം കെട്ട മനുഷ്യരെ കാണാൻ കിട്ടുമോ? അതും പോരാഞ്ഞിട്ട് ഈ വിഷയമായി. എൻ്റെ പൊടിക്കുഞ്ഞിനെ ഞാൻ അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്നു. ഈ കുഞ്ഞ് പോയി തൊട്ടടുത്ത് പിന്നെ അടക്കം ചെയ്തിരിക്കുന്നു, വീടിൻ്റെ ചുവരിനോട് ചേർത്ത്. ആ അടക്കം ചെയ്ത് എൻ്റെ മണ്ടേ പോയിരിക്കുന്നു എൻ്റെ പൊടിക്കുഞ്ഞ്. ഞാൻ അവിടെ നിന്ന് വിളിച്ചപ്പോഴത്തേക്കും ഞാൻ കുഞ്ഞെന്ന് അന്വേഷിച്ചപ്പോൾ ആ കാട്ടിൻ്റെ ഇടയിൽ നിന്ന് കയറി വരുന്നു. ഞാൻ കണ്ടിട്ട് എനിക്ക് എന്തോ വെപ്രാളായി. അങ്ങനെ പല പ്രാവശ്യം എൻ്റെ കുഞ്ഞ് പോയി കക്കൂസിൽ വീണിട്ട് എൻ്റെ കുഞ്ഞ് പറയുക, അത്താമ്മ കൈയിടിച്ചെന്ന് പറയുന്നു. ഈ പൊടിക്കുഞ്ഞ്, ഈ 2 വയസ്സുള്ള കുഞ്ഞ് നുണ പറയുകയാണെന്ന്. അതിനെന്തറിയാം നുണയേത് സത്യമേതെന്ന് അതിനെന്തറിയാം? അത് കൈ ചൂണ്ടിക്കാണിക്കുന്നു. അത് വീണ സൗണ്ട് ഡുമ്മെന്ന് വീണിട്ട് ഞാൻ ഓടിച്ചെന്നപ്പോൾ അവരോട് പറയാം കൈ വേദന എടുക്കുന്നതെന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ കുഞ്ഞ് കുഞ്ഞൊന്നും വീണില്ല, കുഞ്ഞ് വീണിട്ടേ ഇല്ല, ഞാൻ നുണ പറയുകയാണെന്ന്. എന്നിട്ട് കുഞ്ഞ് പറഞ്ഞ് കൈ വേദന എടുക്കുന്നതെന്ന്. എന്നിട്ട് സ്വന്തം തന്തയോട് പറഞ്ഞ് കൈ വേദന എടുക്കുന്ന അച്ഛാ എന്ന് പറഞ്ഞ് അതിനെ എടുത്ത് തടവി. കൈ പോയി എന്ന് അവൻ പറയുന്നത്. കൈ പോയി അവൻ തടവി. എന്നിട്ട് ചേട്ടനും തടവി വിട്ടിട്ടും ഈ മനുഷ്യൻ ഒരു നോട്ടോ ഒരു പാട്ടോ ഒന്നുമില്ല. അതങ്ങനെ അവർ ശ്രദ്ധിക്കത്തേയില്ല. രണ്ടാമത് അവരുടെ തൊട്ടടുത്തിരുന്ന് എൻ്റെ ഒരു കുഞ്ഞ് ഇരിക്കുന്ന ചെറിയ സ്റ്റൂളുണ്ടല്ലോ, നമ്മൾ ഈ കൊരണ്ടിപ്പലക അന്നുണ്ടാക്കും, ഇപ്പോൾ പ്ലാസ്റ്റിക്കിൽ തന്നെ അത് വരുന്നുണ്ട്. അതിൽ നിന്ന് എൻ്റെ കുഞ്ഞ് വീണു, തലയും കുത്തി വീഴുക. ഇവന് കൈയും എത്തുന്നില്ല, കാലും എത്തുന്നില്ല. കുഞ്ഞ് കിടന്ന് പാടുപെടുക പിടിക്കാൻ. എടുത്തോണ്ട് വാ. അങ്ങനെ കുഞ്ഞ് വീഴാൻ പോകുന്നു. പോയി എടുത്തോണ്ട് വാ മോനെ. എന്നിട്ട് അവിടുന്ന് വീഴുന്നു. തല പോയിട്ട് അവിടെ അലമാരി ഇരിപ്പുണ്ട്, ആ അലമാരിയിൽ പോയി ഭയങ്കരമായിട്ട് അടിച്ചു. എന്നിട്ട് ആ സൗണ്ട് കാരണം അവിടുത്തെ നാത്തൂൻ്റെ മൂത്തമ്മോൻ പറഞ്ഞ്, അമ്മച്ചിമ്മേ കൊച്ച് വീഴാൻ പോകുന്നെന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചെന്ന് വാരിക്കൂട്ടി എടുക്കുക, തലയും പിടിച്ച്. പിന്നെ കുഞ്ഞ് വീണതേ ഇല്ല, വെറുതെ ഞാൻ കള്ളം പറയും. അപ്പോഴും കണ്ടുകൊണ്ട് നിൽക്കുക, വെറുതെ കള്ളം പറയാം. അത് ചേട്ടനോട് ഞാൻ പറഞ്ഞു, ഇവരുടെ തൊട്ടടുത്ത് വീണിട്ട് കുഞ്ഞ് തലയും കുത്തി നിൽക്കുക. കുഞ്ഞിന് സ്റ്റൂളിൽ നിന്ന് അങ്ങ് ചരിഞ്ഞ് വീണു, തല പോയി ആ ഇതിലടിച്ചു. എന്നിട്ട് ആ കുഞ്ഞ് ഇങ്ങനെ കൈ ഇങ്ങനെ തറയിൽ കുത്തിരിക്കുക, കുഞ്ഞിക്കൈയല്ലേ, കൈ ഇങ്ങനെ തറയിൽ കുത്തിരിക്കുക. സ്റ്റൂളിൽ ഒരു വശം ചന്തിയും ഇരുന്ന് മറിഞ്ഞു വീണിട്ട്, സ്റ്റൂളിൻ്റെ മണ്ടയിൽ മറിഞ്ഞു വീണതാ കുഞ്ഞ്.
എന്നിട്ട് ഇവരെ കിടന്ന് പിന്നെ പിടിക്കുകയോ ഒന്ന് എടുക്കുകയോ കുഞ്ഞ് വീഴാതിരിക്കാനൊന്ന് സപ്പോർട്ട് ചെയ്യുകയോ ചെയ്തില്ല. അത് പറഞ്ഞപ്പോഴും ഞാൻ നുണ പറയുകയാണെന്ന്, ഞാൻ നുണ പറയാമെന്ന്. രണ്ടാമത് പൊടിക്കുഞ്ഞ് പിന്നെ ഇതേപോലെ കിണറിൻ്റെ ഭാഗത്ത് ഭയങ്കര പൊക്കമാണ് താഴോട്ട്, അവിടെ പോയി നിൽക്കുന്നു. കുഞ്ഞ് വീഴുമെന്നുള്ള അവസ്ഥയിൽ ഇവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഒന്ന് അടുക്കളയിൽ പിന്നെയും ജോലിക്ക് പിന്നീടൊരു ദിവസം ജോലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കുഞ്ഞിനെ കാണുന്നില്ല. പെട്ടെന്ന് തിരക്കി പോയിട്ട് കുഞ്ഞ് അവിടെ പോയി നിൽക്കുന്ന ആ അരുവിൽ ഞാൻ പതുക്കെ പോയി കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന്. മറിഞ്ഞ് വീണിരുന്നെങ്കിൽ പിന്നെ കുഞ്ഞിനെ അങ്ങോട്ട് നോക്കട്ടെ. 1.5 വയസ്സില്ല. അപ്പോൾ പിന്നെ തപ്പിപ്പറക്കിയൊക്കെ നടക്കുന്ന ഒരു പരുവത്തിൽ അത് അവിടം വരെ ഇറങ്ങിപ്പോയി ഇതാവണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതും പോരാഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവം. ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നു. പിന്നെ ആ വീട്ടിൽ നിൽക്കണം, ഞാൻ അവരുടെ വീട്ടിൽ നിൽക്കണം എന്ന് പറഞ്ഞ് ശരി നിൽക്കാമല്ലോ, ഇനി വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ, നിൽക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ഞാൻ അവിടെ പോയതേ ഞാൻ അങ്ങനെ ആയിരുന്നു. എന്നിട്ട് ഞാനിതൊന്നും പറഞ്ഞില്ല, ഇനി അവിടെ നിൽക്കാൻ സർപ്രൈസിനായിട്ട് ഞാൻ പോയതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും കാണുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് അപ്പോഴാ ബാത്റൂമിൽ വീണു. ഇവർ ശ്രദ്ധിച്ചില്ല. ഇപ്പുറത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ കള്ളമാണ് പറയുന്നത്, ഞാൻ ഇങ്ങനെ നുണ പറയുന്നത് എന്തിനാണെന്ന് പറഞ്ഞിതാക്കി അവരുടെ മോനെ അങ്ങ് ധരിപ്പിക്കുക. എന്നിട്ട് അടുത്ത ദിവസം പിന്നെ ഞാൻ ഇങ്ങനൊരു വിഷയം നടന്ന് ഇരിക്കവേ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് എനിക്ക് ഭയങ്കര വയറുവേദന, എന്താണെന്നറിയുന്നില്ല. ഞാനങ്ങനെ ബാത്റൂമിൽ പോയി എൻ്റെ ജോലിയെല്ലാം ഒതുക്കിയപ്പോഴത്തേക്കും ഞാൻ മിറ്റവും തൂത്തുവാരി എല്ലാ ജോലിയും ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് വയറുവേദന 2-3 ദിവസമായിട്ട് വയറുവേദനയുണ്ട്, എന്താണെന്നറിയത്തില്ല, ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയിട്ടുണ്ട്. ഇവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് പോലും, ഞാൻ ഒരു 2 മിനിറ്റ് കൂടുതൽ ഞാൻ ബാത്റൂമിൽ ഇരിക്കാത്ത ഞാൻ അന്ന് ഒരു 10 മിനിറ്റ് ആയിപ്പോയി വയറുവേദനയായിട്ട്. ഞാൻ അവിടെ ചെന്നിട്ട് തിരിച്ച് ഞാൻ വരുന്നു. കുഞ്ഞിനെയും കാണുന്നില്ല, ഇവരെയും കാണുന്നില്ല. ഇവർക്ക് സീരിയൽ. എൻ്റെ ദൈവമേ, ഞാൻ ഈ കുഞ്ഞിനെ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പിന്നെ കുഞ്ഞിൻ്റെ കൂടെ ഇരുന്ന് അവർ പഴങ്കഞ്ഞി കഴിച്ചായിരുന്നു. പഴങ്കഞ്ഞി കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് പഴങ്കഞ്ഞി കഴിച്ചിട്ടില്ല, രാവിലെ പിന്നെ മരുന്ന് ഇനി കൊടുക്കാം, പനിയായിരുന്നു കുഞ്ഞിന്. അങ്ങനെ മരുന്ന് കൊടുത്തിട്ട് പിന്നെ ആഹാരം കഴിക്കാതെ മരുന്ന് കൊടുത്താൽ പ്രശ്നമല്ലേ. അങ്ങനെ അവരുടെ കൂടെ ഇരുന്ന് പഴങ്കഞ്ഞി കഴിച്ചുകൊണ്ട് ആ പഴങ്കഞ്ഞി കഴിച്ചല്ലോ, ഇനി മരുന്ന് കൊടുക്കാം എന്നും പറഞ്ഞ് ഞാൻ മരുന്നും കൊടുത്തിട്ട് ഇവരുടെ മടിയിലിരുത്തിയിട്ടാണ് ഞാൻ മരുന്ന് കൊടുത്തത്. മരുന്ന് കൊടുത്തിട്ട് ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് കുഞ്ഞിനെ നോക്കിക്കോ എന്നും പറഞ്ഞ് ബാത്റൂമിൽ പോയിട്ട് വന്ന് ഇവർ മാനായിട്ട് സീരിയൽ. ഞാൻ അടുക്കളയിലുണ്ടോ ഇല്ലയോ ഒന്നും അറിയണ്ട, ഞാൻ അടുക്കളയിൽ നിന്ന് എൻ്റെ അടുത്താക്കിയിട്ടാണ് അവർ പോയെന്ന് ദുഷ്ട സ്ത്രീ ആ സ്വന്തം മോനോട് പറഞ്ഞു കൊടുത്ത് പിടിപ്പിച്ചു. ഞാൻ പറഞ്ഞിട്ട് അങ്ങർക്ക് ഒരിതല്ല, അവരുടെ മുന്നിൽ വെച്ച് സംസാരിച്ചിട്ട് പോലും ഇവർക്ക് ഒരു വകയും പറയാനില്ലായിരുന്നു. ഇവരാണെങ്കിൽ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിനെ അവിടെ വിട്ടിട്ട് ഒരു മാനായിട്ട് പശുവിനെ അഴിച്ച് മാറ്റിക്കെട്ടാൻ പോയി. എന്നാൽ പിന്നെ പാറു നീ കുഞ്ഞിനെ നോക്കിക്കോ എന്നൊന്ന് വിളിച്ച് പറയുകയോ, ഇല്ലെങ്കിൽ ഞാൻ കിച്ചണിലില്ലെങ്കിൽ കക്കൂസിൽ ആണല്ലോ അവൾ പോയത്, അവിടെ വന്ന് പറയുകയോ ഇവർ ചെയ്തില്ല. ഇല്ലെങ്കിൽ എവിടെ ആവട്ടെ, ഈ കുഞ്ഞിനെ ഒന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ട് പോകണോ വേണ്ടേ? ഇവർ അതൊന്നും ചെയ്തില്ല. ഇവർ പാട്ടിന് ഇറങ്ങി ഇവിടെ പോയിരിക്കുന്നു വയലിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞിനെ കാണാനില്ല. ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞാൻ അടുക്കളയിൽ നോക്കി, കുഞ്ഞിനെ ഇല്ല. പിന്നെ ഹാളിൽ പോയി TV ഓടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ TV ഒക്കെ അടുത്ത് കാണുമല്ലോ എന്നും പറഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഇവരെ കാണുന്നില്ല. ഇവരെന്ത് ചെയ്തെന്നറിയോ, പരസ്യ സമയത്ത് പോയി പശുവിനെ മാറ്റിക്കെട്ടിയിട്ട് പരസ്യം തീരുന്നതിന് മുമ്പ് വന്ന് സീരിയൽ കാണാൻ വേണ്ടി സീരിയൽ പ്രാന്ത് പിടിച്ച ഒരു പന്നച്ചി തള്ള. എനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് മടുത്ത് അവർ ആ പോയി പശുവിനെയും കെട്ടിയിട്ട് വരുന്നു. ആ സ്റ്റെപ്പ് മൊത്തം 10-28 പടിയോളം ഉണ്ട്, അത്രയും പൊക്കത്തിലാണ് ആ വീട്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി താഴെ തോട്ടും കരയിൽ പോയി നിന്ന് മീൻ കാണാൻ പോയി നിൽക്കുന്നു എൻ്റെ പൊടിക്കുഞ്ഞ്. ഞാൻ വന്നിട്ട് ഞാനാണെങ്കിൽ അലറി വിളിച്ചോട്ടെ ഞാൻ ഓടി വന്ന് ഞാൻ അവിടെ കിടന്ന് 4 ദിക്ക് ഞാൻ കുഞ്ഞ് മോനേന്ന് കിടന്ന് വിളിച്ചു. അവസാനം നോക്കിയപ്പോൾ താഴെ എന്നിട്ട് പറഞ്ഞ്, അമ്മ ഞാൻ മീമി കാണട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ഈ തോട്ടിൽ വീണ് പോയിരുന്നെങ്കിൽ ഞാൻ എന്താ ചെയ്തേന്ന്. അവിടെ നിന്ന് വാരി എടുത്തോണ്ട് വന്നു.
ഈ സ്ത്രീ പറയണേ എൻ്റെ മുന്നിൽ വിട്ടിട്ടല്ലേ പോയത്, അവയിരുന്ന് പഴങ്ങഞ്ഞു കുടിക്കുമല്ലായിരുന്നു എന്ന്. ഇവർ കള്ളം പറഞ്ഞ്. എന്നിട്ട് എൻ്റെ ഭർത്താവ് അത് കേട്ടിട്ട് പറയണേ ഞാൻ കള്ളം പറയാം, ഞാൻ ആര് പറയുന്ന വിശ്വസിക്കേണ്ടതെന്ന്. നാളെ എൻ്റെ കുഞ്ഞ് ചത്തു കഴിഞ്ഞാൽ ഈ നാറിയ മനുഷ്യൻ പറയത്തില്ലേ, ഈ തള്ളച്ചി പറഞ്ഞുണ്ടാക്കത്തില്ലേ ഞാൻ കൊന്നതെന്ന് പറഞ്ഞുണ്ടാക്കത്തില്ലേ? ഇതുപോലൊരു പന്ന സ്ത്രീയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ പൊടിക്കുഞ്ഞിനെ നോക്കാൻ അവർക്ക് വയ്യ. എന്നിട്ട് അവരുടെ തോന്നിയവാസ രീതിയിൽ അവർ നടക്കുക. അവർക്ക് ഇങ്ങനെ നുണ പറഞ്ഞ് നടക്കണം. ആ കട വെച്ചിരിക്കുന്നത് നുണ പറയാൻ വേണ്ടി മാത്രം. ആ നാട്ടിൽ കൂട്ടിയടിയും കുമ്പപ്പരണിയും പ്രശ്നങ്ങളും മൊത്തം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുടുംബത്തിൽ ഒരു മനുഷ്യൻ കയറ്റത്തില്ല. കാരണം അവിടെ എല്ലാം പ്രശ്നം ഉണ്ടാക്കി അവരടിച്ചിറക്കി. ഇപ്പം കടയിലിരുന്ന് നുണ പറച്ചില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടല്ലേ അമ്മ പോയത്? അടുക്കളയിലോട്ട് വന്ന് പോയി. എൻ്റെ അടുത്ത് പറയാം അടുക്കളയിലോട്ട് വന്ന് പോയി, നീ അടുക്കളയിൽ നിൽക്കാമെന്ന് വിചാരിച്ചെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ അടുക്കളയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അമ്മ കൺഫേം ചെയ്തിട്ടല്ലേ പോകേണ്ടത്, എന്നോട് പറഞ്ഞിട്ട് വേണ്ടേ പോകാനെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും ഞാൻ വിചാരിച്ചു നീ കണ്ടു കാണും, നീ വന്ന് കാണുമെന്ന് കരുതിയെന്ന്. പൊടിക്കുഞ്ഞുങ്ങളായ ഒരിടത്തിരിക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നടക്കും. ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകണോ വേണ്ടേ? അത് ചെയ്യാണ്ടിരുന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് അന്ന് കള്ളും കുടിച്ച് ബോധമില്ലാണ്ട് വന്ന് കയറി കിടന്ന് കണ്ടവൻ്റെയൊക്കെ ഊറാ വെള്ളം കുടിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങാർക്കൊരു ബോധം ഒന്നുമില്ല. തള്ളയെ പുഴുത്ത തെറി വിളിച്ച് അങ്ങാര് എന്നിട്ട് കയറി കിടന്ന്. എന്നാൽ പിറ്റേ ദിവസം ഞാൻ ഇങ്ങനെ ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിച്ച് അമ്മ ഇങ്ങനെ ഇതാക്കിയിട്ട് പോയി, കുഞ്ഞിനെ ഒന്ന് ഏൽപ്പിക്കാതെ പോയി, ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. എൻ്റെ കയ്യിൽ നമ്മുടെ കുഞ്ഞ് ഇന്നത്തോളം കൊണ്ട് കുഞ്ഞിൻ്റെ കാര്യം കഴിഞ്ഞാൽ ഇവർ ശ്രദ്ധിക്കത്തുമില്ല. തോട്ടിലെങ്ങാനും വീണ് ചത്തിരുന്നെങ്കിൽ അവിടെ കിടക്കും. ഞാൻ എവിടെ പോയി തേടും? ആരെങ്കിലും എടുത്തോണ്ട് പോയോ? ഇല്ല. എങ്കിൽ ആരെങ്കിലും എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തതിന്? അത്രയും ദൂരം കുഞ്ഞ് പോയി. അവിടുന്ന് ആ പൊക്കത്തു നിന്നൊക്കെ വീണ് അല്ലെങ്കിൽ ഒന്ന് വീണ് എന്തെങ്കിലും വാക്കല്ലാതെ അടി തല എവിടെയെങ്കിലും വീണ് ചതഞ്ഞ് കുഞ്ഞ് തീർന്ന് എന്ത് ചെയ്യും? അത് ചിന്തയല്ല. ആ കുഞ്ഞ് വെള്ളത്തിൽ വീണ് ചത്തിരുന്നെങ്കിൽ അത് അവരെയൊക്കെ ഒരു ചിന്തയല്ല. ഈ തള്ള നുണ പറയുന്നത് കേട്ടിട്ട് അവർക്ക് അതാണ് വലുത്. തള്ളയെല്ലാം ബെറ്റർ, ഞാൻ മഹാമോശം എന്നുള്ള രീതിയാണ് അങ്ങർക്ക്. ക്ഷുദ്രജീവികൾ അവർ ഭയങ്കര ക്ഷുദ്രം ചെയ്താണ്, ഭയങ്കര ക്ഷുദ്രജീവികളാണ്. അറിയാമോ? അവിടെ ചെന്ന് കയറി ഞാൻ എന്ന് കൺസീവ് ആവുമോ ആ വീട്ടിൽ പോവും, അത് പോക്കുമോലാവും. ആ തള്ള ഞാൻ കൺസീവ് ആണെന്ന് 2ാമത്തെ മാസം അറിഞ്ഞ് എൻ്റെ വയറ്റിൽ നിന്ന് കുഞ്ഞും പോയി. ഈ കുഞ്ഞിനെ ഇപ്പം തൊലയ്ക്കണമെന്നും പറഞ്ഞാൽ അവർ നടക്കുന്നേ. നാല് കുഞ്ഞുങ്ങൾ നഷ്ടമായി. ഇപ്പം ആകെ ഉള്ളത് ഈ ഒരു പൊടിക്കുഞ്ഞ. ഈ കുഞ്ഞിനെയും കൂടെ ഞാൻ നഷ്ടപ്പെടുത്തണം. നമുക്ക് ഇനി ആരൊക്കെ സപ്പോർട്ടീവായിട്ടില്ലെങ്കിലും ഭർത്താവ് എന്ന് പറയുന്ന ഒരു വ്യക്തി അത് മനസ്സിലാക്കാനും ഒരിതിനും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പോയിട്ട് കാര്യമില്ല. നമ്മൾ ഒരു ഇതായിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. ആ മനുഷ്യനെ പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ ഇരിക്കുന്നത്? നമ്മൾ എന്തിനാണ് അതിന് പോകുന്നത്? ഈ 2 വയസ്സുള്ള കുഞ്ഞ് മാത്രം മതി. ഇനി ഇതെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ, ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ, ഒരു നാൾ എൻ്റെ കുഞ്ഞ് ഒരു പക്ഷേ ഇനിയിപ്പം ഞാൻ അവരുടെ വീട്ടിൽ പോയാൽ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ പുറം ലോകം അറിയണം ഈ സ്ത്രീയുടെ തനിക്കോണം. ഈ ലോകം അറിയണം. എന്ത് സംഭവിച്ചാലും അവരുടെ കൈ കൊണ്ട് എന്തെല്ലാം സംഭവിച്ചാലും അത് സംഭവിച്ചിട്ടേ ഇല്ല, അതെല്ലാം എൻ്റെ കൈ കൊണ്ടാണ് സംഭവിച്ചതെന്ന് അവർ വരുത്തി തീർത്ത് അവരുടെ മോനെ കൊണ്ട് എന്നെ എന്തെല്ലാം പറയിപ്പിക്കാമോ, എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ അതെല്ലാം അവർ ചെയ്യും. ഞാനാണെങ്കിൽ ആ ഒരു സെക്കൻഡ് ദൈവമേ ഒരു ശത്രുക്കൾക്ക് പോലും വരരുത്, ഞാൻ തീർന്നു. ഞാൻ ആ നിമിഷം എൻ്റെ കുഞ്ഞെവിടെയെന്നും പറഞ്ഞു
ആ പടിക്കെട്ടൊക്കെയാണ് എനിക്ക് പടിക്കെട്ട് ഇറങ്ങാൻ ഭയങ്കര പേടിയാണ്. എനിക്ക് പടിയിൽ നിന്ന് ഞാൻ അന്ന് വീണ് ആ കുഞ്ഞ് പോയതിന് ശേഷം പടിയിൽ നിന്ന് കേട്ടാൽ തന്നെ എനിക്ക് എന്തോ ഒരു കൈയും കാലും പറയല്ല. എനിക്ക് ഈ പൊക്കത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കയറിപ്പോകുന്നത് ഞാനെന്തിന് രണ്ടാമത്തെ നിലയിൽ കയറത്ത് പോലും ഇല്ല. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകണമെങ്കിൽ ഞാനിങ്ങനെ കയറിപ്പോകുന്ന കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പടപടാന്ന് കയറിപ്പോവും. എനിക്ക് പേടിയാണ്. ഞാനിങ്ങനെ ഇല്ല കുരങ്ങ് അള്ളിപ്പിടിച്ച് പോകുന്ന കണക്ക് ഞാൻ ഒന്നീ ഭിത്തിയിൽ ഇല്ലെങ്കിൽ അതിൻ്റെ കമ്പിയിൽ പിടിച്ച് കയറിപ്പോകുന്നത്. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് പടി എന്ന് പറയുന്നത്. എന്നിട്ട് മേളിൽ നിന്ന് താഴേക്ക് നോക്കി എനിക്ക് തലയും കറങ്ങും. ആ താഴെ കുഴിയിലോട്ട് നോക്കുമ്പോൾ ആ നമ്മളിങ്ങനെ കയറി വന്നിട്ട് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ആ പടിക്കെട്ടിൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തല ഇറങ്ങും. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഫ്ലോറിലൊന്നും കയറാറില്ല. ഒന്നാം നിലയിലേ ഞാൻ കയറാറില്ല. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥയൊന്ന് മാനസികാവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ എൻ്റെ ഈ പൊടിമോനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ താഴെ കുഴി എങ്ങനെ ഓടിപ്പോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിളിച്ചപ്പം എന്ന് വിളിക്കുന്നു. ഈ പൊടിമോനെ കണ്ടിട്ട് ഇവർക്ക് എങ്ങനെ തോന്നുന്നു ഇത് ചത്ത് കിട്ടിയാൽ കൊള്ളാന്ന് ഇവരെങ്ങനെ ആഗ്രഹിക്കുന്നെന്ന് എനിക്കറിയുന്നില്ല. ഇവരൊക്കെ എങ്ങനെ ആഗ്രഹിക്കുന്നെന്ന്. ഇതൊന്ന് തീർന്നു കിട്ടിയാൽ അത്രയും സന്തോഷമെന്നും പറഞ്ഞാണ് അത് നടക്കുന്നത്. ആ സ്ത്രീ പല രീതിയിലും ഈ കുഞ്ഞിനെ അപായത്തിലാക്കാൻ നോക്കി. പല രീതിയിലും, ഒന്നല്ല രണ്ടല്ല. അതിനേക്കാളും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിനെ മറച്ച്